വഞ്ചിയൂരിൽ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ബെയിലിൻ ദാസിനെതിരെ നടപടിയുമായി ബാർ കൌൺസിൽ. അച്ചടക്ക സമിതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ കോടതിയിൽ ഹാജരാകുന്നതിൽ അഭിഭാഷകന് വിലക്ക് ഏർപ്പെടുത്തി. ബെയിലിൻ ദാസിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകും. ബാർ കൌൺസിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി ബെയിലിൻ ദാസിനെ വിലക്കാൻ തീരുമാനമായത്. പരാതിയും എൻക്വയറി കമ്മീഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടും പരിഗണിച്ച ശേഷമാണ് നടപടി. അച്ചടക്ക സമിതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെയാണ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ബാർ കൌൺസിൽ വിലക്കേർപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ഷാമിലിക്കെതിരെ നടന്ന ക്രൂരമായ മർദ്ദനവും അത് സംബന്ധിച്ച് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ എടുത്ത നടപടികളും അതിനെ സംബന്ധിച്ച് കേരള ബാർ കൗൺസിൽ ഇത്രയും നിന്ദ്യമായ നടപടി ചെയ്ത അഭിഭാഷകൻ ശ്രീ ബെയിലിൻ ദാസിനെ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും കേരള ബാർ കൗൺസിൽ വിലക്കിയിരിക്കുന്നു. ബാർ കൌൺസിൽ ഭാരവാഹികൾ അഭിഭാഷകനെ സഹായിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ അന്വേഷണവുമായി ബാർ കൌൺസിൽ സഹകരിക്കുമെന്നും ചെയർമാൻ TS അജിത്ത് പറഞ്ഞു. പോലീസിന് സ്വതന്ത്രമായി അന്വേഷണം നടത്താം. സർക്കാർ അതിന് 100% തയ്യാറാണ്. ബാർ കൗൺസിൽ പൂർണ്ണമായി എല്ലാ അന്വേഷണത്തോടും സഹകരിക്കും. അതേസമയം ബെയിലിൻ ദാസിന് ബാർ കൌൺസിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അച്ചടക്ക കമ്മിറ്റി തീരുമാനം അറിഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കും. അഭിഭാഷകർക്കെതിരായ ആക്രമണത്തിൽ സർക്കാരുമായി ആലോചിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കുമെന്നും ബാർ കൌൺസിൽ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.